കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. തന്തൂരി ചിക്കൻ റൈസാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. വളരെ രുചിയായിട്ടുള്ള ഒരു ചിക്കനും അതിൻ്റെ ഒപ്പം തന്നെ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു റൈസുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല രുചിയായിട്ടുള്ള ഒരു വിഭവമാണ്. നമുക്ക് ഗസ്റ്റ് വരുമ്പോഴൊക്കെ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തന്തൂരി ചിക്കൻ റൈസ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1200, 1300 ഗ്രാമോളം ഉണ്ടാവും ഈ ഒരു ചിക്കൻ. വലിയ കഷ്ണങ്ങളായിട്ട് 4-5 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുത്ത ചിക്കനിലേക്ക് ഇതുപോലെ ആഴത്തിൽ വരകളിട്ട് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ ഇവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10-13 വെളുത്തുള്ളി, വലിയ അല്ലി വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ ഏകദേശം ഒരു 1.5-2 ഇഞ്ചോളം വലിപ്പത്തിലുള്ള ഇഞ്ചി എടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പേസ്റ്റ് ആവണ്ട കേട്ടോ. ഒന്ന് ചതച്ചെടുത്താൽ മതി ഈ ഒരു രൂപത്തിൽ. അതിനുശേഷം നമുക്കിത് നമ്മുടെ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതൊരു 2 ടേബിൾ സ്പൂണാണ് ചിക്കനിലേക്ക് ചേർത്തിരിക്കുന്നത്. ബാക്കി അവിടെ മാറ്റി വെക്കുക. നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിയും 1 ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ്റെ ഫസ്റ്റ് മാരിനേഷനാണ് കേട്ടോ. നമുക്ക് രണ്ടാമത് ഒന്നുകൂടി ഇത് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പിന്നീട് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ മാരിനേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഓയിലും മുളക് പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1.5 ടീസ്പൂൺ ചാറ്റ് മസാല പൗഡർ ചേർക്കാം. പിന്നെ ഏകദേശം ഒരു 2 ടീസ്പൂണോളം കസൂരി മേത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ചേർത്താലും മതി. ചൂടാക്കണം എന്നില്ല. ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. കുറച്ച് കട്ടിയുള്ള തൈരാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു 2 നുള്ള് ഉപ്പും കൂടി ചേർക്കാം. കാരണം നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഈ ചിക്കൻ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ഒരു പേസ്റ്റ് ഈ ഒരു ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കുക. മുഴുവൻ പേസ്റ്റും ചിക്കനിലേക്ക് ചേർത്തതിന് ശേഷം നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഈ ഒരു പേസ്റ്റ് ചിക്കനിൽ ഇങ്ങനെ പൊതിഞ്ഞ് കിടക്കുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഞാൻ ഫ്രിഡ്ജിൽ ഇത് ഒരു 2 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. ഒരു 2 മണിക്കൂർ ഇതേപോലെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കാം. ഇനി നമ്മുടെ ഈ ഒരു ചിക്കൻ റൈസ് തയ്യാറാക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ബസ്മതി റൈസ് എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഞാനിവിടെ സാധാരണ നമ്മുടെ ബസ്മതി റൈസ് അതാണ് എടുത്തിരിക്കുന്നത്. 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ ഇതുപോലെ വെള്ളത്തിലൊന്ന് കുതിർത്തെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഇതാ രണ്ടാമത് മാരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ ആയിട്ടുണ്ട്. അതും ഞാൻ പുറത്തേക്ക് എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തന്തൂരി ചിക്കൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ചാർക്കോളിൽ വെച്ചിട്ട് അതല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തിട്ടോ ഓവനിൽ വെച്ചിട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കാം. എയർ ഫ്രയറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ചിക്കൻ പീസ് മുഴുവനും ഞാൻ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 ടേബിൾ സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത ഈ ഒരു പേസ്റ്റ് കുറച്ച് പാത്രത്തിൽ ബാക്കിയുണ്ട് കേട്ടോ. അത് കളയരുത്. അത് നമുക്ക് റൈസിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഫ്ലേവർ ഉണ്ടാകും റൈസിന്. അതിനായിട്ട് അതവിടെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം.
പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വരെ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 3/4 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ജീരകം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 3 ഏലക്കായ് ചേർക്കാം. ഇതിലേക്ക് ഞാൻ 2 കറുത്ത ഏലക്കായും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു തക്കോലം ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ചേർത്തിട്ട് ആദ്യം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടെ നല്ലതുപോലെ ഇളക്കിയിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഒന്ന് വഴന്നു വരുന്ന ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ എന്തായി എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ മുഴുവനും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ചധികം എണ്ണ ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ എല്ലാ പീസും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട ഭാഗം കൂടി ഇവിടുന്ന് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ സവാള നല്ല സോഫ്റ്റായി കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ച നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത ഒരു മസാല പേസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഈ സവാളയിലേക്ക് ചേർക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കിയില്ലേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർക്കാം. നമ്മൾ 3 കപ്പ് റൈസ് എടുത്തതുകൊണ്ട് 4.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ. അപ്പോൾ വെള്ളം ചേർത്തതിന് ശേഷം ഈ ഒരു റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 ടീസ്പൂൺ നിറയെ ഉപ്പാണ് ചേർത്തത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം തിളച്ച് വരാനായിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ നല്ലതുപോലെ വെള്ളം വെട്ടിത്തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച റൈസ് അതിലെ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. റൈസ് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത ഉടനെ ഞാനിത് അടച്ചു വെക്കുന്നില്ല. ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇതങ്ങ് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ റൈസ് ചേർത്തിട്ട് നല്ലതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പാത്രം അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 9-10 മിനിറ്റ് സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ റൈസ് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റൈസ് വേവുന്ന സമയത്ത് തന്നെ നമുക്ക് ചാർക്കോൾ ഇവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. നമുക്ക് ഈ റൈസും ചിക്കനും ഒക്കെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് 2 പീസ് ചാർക്കോൾ ഞാനിവിടെ കത്തിക്കാനായിട്ട്, ചില ചാർക്കോൾ പെട്ടെന്ന് കത്തും കേട്ടോ, അതപ്പോൾ ലാസ്റ്റ് കത്തിച്ചാൽ മതി. ഇതിന് കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നേ ഇതിങ്ങനെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. അപ്പോൾ ഇതാ റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ എല്ലാ ഭാഗത്തും മസാലയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അതുപോലെ നമ്മുടെ ചിക്കനും എല്ലാ ഭാഗവും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മുടെ റൈസിൻ്റെ മുകളിലോട്ട് നിരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാനൊരു സ്റ്റീൽ ബൗൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, നടുവിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കത്തിച്ച് വെച്ച ചാർക്കോൾ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് 1 ടീസ്പൂൺ വരെ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ പുക വരും. ആ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഈ പാത്രം അങ്ങ് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് സമയം നമുക്ക് ഇതിങ്ങനെ അടച്ച് വെച്ച് സ്മോക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനും റൈസിനും ഒക്കെ നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടും. അപ്പോൾ അതിനായിട്ട് ഒരു 3 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം തുറന്നിട്ട് ഈ ബൗൾ നമുക്കങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള തന്തൂരി ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റൈസും നമ്മുടെ ഈ ഒരു ചിക്കനും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക് യു.